എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2022 സെപ്റ്റംബർ 22 തീയതിയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക ഭീകര സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിൽ, അതായത് ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തുമെന്ന്. അപ്പോൾ ഈ സംഘടന നിരോധിച്ചതിന് ശേഷം ഈ സംഘടനയുടെ പേരിലുള്ള എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും എല്ലാം സീസ് ചെയ്തു, അക്കൗണ്ട് ഫ്രീസ് ചെയ്തു, അവരുടെ അക്കൗണ്ടിലുള്ള കാശുകളൊക്കെ ഫ്രീസ് ചെയ്തു. ഓഫീസുകളൊക്കെ കേന്ദ്ര സർക്കാർ പിടിച്ചെടുത്തു. ഈ അടുത്ത കാലത്തൊക്കെ ഡൽഹിയിലൊക്കെ ഉള്ള കുറേ ഇവരുടെ ഓഫീസുകളൊക്കെ ലേലത്തിൽ വെച്ചിട്ട് മറ്റുള്ളവർക്ക് വിട്ടിരുന്നു. അതായത് ഇത് വിറ്റ് കിട്ടിയ കാശുകൾ കൊണ്ട് കേന്ദ്ര സർക്കാരിലൊക്കെ അറ്റാച്ച് ചെയ്തു. അപ്പോൾ അതിനുശേഷം വലിയ രീതിയിലുള്ള ചർച്ച ഉയർന്നു. അതായത് ഈ കേന്ദ്ര സർക്കാർ എന്ത് മണ്ടത്തര ചെയ്യുന്നത്? അതൊരു സംഘടന നിരോധിച്ചു കഴിഞ്ഞാൽ ഒരു ആശയം ഇല്ലാതാകൂ എന്ന് എല്ലാവരും ചോദിച്ചു. ആശയം ഇല്ലാതാകുന്നില്ല. ആ സംഘടന നിരോധിച്ചു. അപ്പോൾ അതിൻ്റെ ഫൈനാൻഷ്യൽ ബാക്കപ്പും എല്ലാവരും പിടിച്ചകത്തിട്ടു. അവരുടെ നേതാക്കന്മാരൊക്കെ ഇപ്പം കേരളത്തിൽ ഏത് ജയിലിലാണ് ഉള്ളതെന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. അതായത് എവിടെയാണെന്നില്ല, അവർക്ക് വേണ്ടി ജാമ്യത്തിന് പോയാൽ പോലും അവരെ പോലും തൂക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ 5 വർഷത്തേക്കാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. അതായത് 2027 സെപ്റ്റംബർ 22 സെപ്റ്റംബർ മാസം ഇവരുടെ ബാൻ ഒഫീഷ്യലി എന്താ പറയുക, ബാൻ ഇല്ലാതാകും. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം 1 വർഷം ചില്ലറ മാസം, 1.5 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആൾക്കാരൊക്കെ ചോദിച്ചു, ഇവരെന്ത് മണ്ടത്തരം എടുക്കുന്നത്? ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാർക്ക് എവിടെ പോകും? അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമാണ് SDP. കുറേ ആൾക്കാർ SDP-യിലേക്ക് പോയി, കുറേ ആൾക്കാർ CPM-ലോട്ട് പോയി, കുറേ ആൾക്കാർ കോൺഗ്രസിലോട്ടൊക്കെ പോയി. ഇവരുടെ എല്ലാ സ്വാധീനം എല്ലാ പാർട്ടിയിലും വേണമല്ലോ, അതിൻ്റെ ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാരൊക്കെ പല പാർട്ടിയിലുണ്ടെങ്കിലും അവർ ഇപ്പോൾ രഹസ്യമായി എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവർ വലിയൊരു സംഭവം, അതായത് അണിയറയിൽ വലിയൊരു സംഭവം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ് ഞാൻ വിശദമായി പറഞ്ഞു തരാം. അതായത് ഈ കേരളത്തിൽ വലിയ പുരോഗമനം സംസാരിക്കുന്നവരാണ് ഹിന്ദു സഖാക്കന്മാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. അത് പ്രത്യേകിച്ച് മുൻപന്തിയിലുള്ളത് ഹിന്ദു സഖാക്കന്മാരാണ്. അത് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദുക്കളെ, ഹിന്ദു സംസ്കാരത്തെയും സനാതനധർമ്മത്തെയും മറ്റുള്ള ആൾക്കാരൊക്കെ അപമാനിച്ചോ അവൻ വലിയ മതേതരനാണ്. കേരളത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ മതേതരനാകണമെങ്കിൽ എന്താ വേണ്ടെന്നറിയോ? ഹിന്ദുക്കളെ, ഹിന്ദു ദൈവങ്ങളെയും ഹിന്ദു സംസ്കാരത്തെയും കുറിച്ച് നല്ല തെറി പറയാം, 4 കട്ട തെറി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സ്വീകരണം കേരള സമൂഹത്തിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ വിദേശത്ത്, അതായത് വില കൂടിയ ഈന്തപ്പഴം ടിക്കറ്റ്, നമ്മുടെ സെബാസ്റ്റ്യൻ പോളിൻ്റെ, മുൻ എറണാകുളം MP ആയ സെബാസ്റ്റ്യൻ പോളിൻ്റെ മകൻ പറഞ്ഞ ഓർമ്മയില്ലേ? അതായത് വില കൂടിയ ഈന്തപ്പഴം, ഇത് ഗിഫ്റ്റുകൾ, പിന്നെ വിദേശത്തെ യാത്ര, അങ്ങനെയുള്ള വലിയ വലിയ സൗകര്യങ്ങളും സ്വീകരണങ്ങളും നിങ്ങൾക്ക് വിദേശത്ത് പോലും കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം നിങ്ങളൊരു ഹൈന്ദവനായിരിക്കണം, പക്ഷേ നിങ്ങൾ ഹൈന്ദവ സംസ്കാരത്തേക്ക് എതിർത്ത് ഇങ്ങനെ സംസാരിക്കണം. അതാണ് എലിജിബിലിറ്റി, ഇത്തരം സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ, നേതാക്കന്മാരൊക്കെ വലിയ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോവുകയാണ്. അതായത് കേരളത്തിലെ ഹിന്ദു സഖാക്കന്മാരുടെ പെൺമക്കളെയൊക്കെ റാഞ്ചാൻ വേണ്ടിയിട്ട് വലിയൊരു ടീം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതായത് ഇവരുടെ ഇസ്ലാമിക രാജ്യമാക്കലാണ് ഇവരുടെ ലക്ഷ്യം. നമുക്കറിയാം 2047 ആകുമ്പം ഇന്ത്യ ഭരിക്കും, 2037 ആകുമ്പോൾ കേരളം ഭരിക്കുന്നൊക്കെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് മുന്നേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വലിയ രീതിയിൽ പത്രസമ്മേളനമൊക്കെ വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അന്ന് അതിന് നേതാക്കന്മാരൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ സംഘടനയ്ക്ക് വ്യക്തമായൊരു ധാരണയുണ്ട്, അല്ല നിങ്ങളുടെ മാതിരി നിങ്ങളെ ചുമ്മാ ഇങ്ങനെ പൊളിറ്റിക്സ് കളിച്ച് നടക്കലല്ല, ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് എന്നാണ് അതിൻ്റെ ദേശീയ നേതാക്കന്മാരൊക്കെ സമ്മേളനം വിളിച്ച് പറഞ്ഞത്. ദേശീയ നേതാക്കന്മാരെന്ന് വെച്ചാൽ എല്ലാം കേരളത്തിലെ ആൾക്കാർ തന്നെ കേട്ടോ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇവർക്ക് ആൾക്കാരുണ്ട്. എന്തിനായാലും അപ്പോൾ ഇതാണ് ഇവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് കേരളത്തിലേക്ക് ഇപ്പം ഹിജാബിൻ്റെ വിഷയമൊക്കെ വന്നില്ലേ കഴിഞ്ഞ ദിവസമൊക്കെ? ഈ ഹിജാബിൻ്റെ വിഷയമൊക്കെ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ഒരു ഇന്നസെൻസ് ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. അങ്ങനെ തോന്നിയിട്ട് തെറ്റാണ്. പക്ഷേ ഇതൊക്കെ വ്യക്തമായ അജണ്ടയുടെ ഭാഗമാണ്. ഈ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി, അതായത് ഞങ്ങൾ ഒരു 30% കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾ പറഞ്ഞത് അനുസരിച്ചോളണം, ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ നിയമമാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല, മുസ്ലിം ലീഗ് പോലും പോപ്പുലർ ഫ്രണ്ടിനെ കവച്ച് വെക്കുന്ന രീതിയിലാണ് മുസ്ലിം ലീഗിൻ്റെ പോലും ഈ അടുത്ത കാലത്ത് അവർ സ്വീകരിച്ചു എന്ന നിലപാട്. നമുക്ക് ഈ ഷാജി തന്നെ KM ഷാജി, അതായത് KM ഷാജി കഴിഞ്ഞ 1-2 വർഷമായിട്ട് വലിയ രീതിയിലുള്ള അതിതീവ്ര മുസ്ലിം തീവ്രവാദം പറയുന്നൊരു വ്യക്തിയായി മാറിയിട്ടുണ്ട്. കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിട്ടില്ലേ, മതം തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം എന്നൊക്കെ വലിയ രീതിയിൽ പ്രസംഗിച്ചതാണ് KM ഷാജി. അടുത്ത കാലത്ത് പ്രസംഗിച്ചില്ലേ, കഴിഞ്ഞ 9.5 വർഷക്കാലം നിങ്ങൾക്ക് കിട്ടാത്ത പ്രിവിലേജുകളൊക്കെ പിടിച്ചെടുക്കണം, മുസ്ലിം സമുദായത്തിൽ കിട്ടാത്ത പ്രിവിലേജുകളൊക്കെ പിടിച്ചെടുക്കണം. അപ്പോൾ കോൺഗ്രസ് എന്താ വേണ്ടേ? മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണം പിടിക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാകണം, നിങ്ങളത് മുന്നോട്ട് വരണം. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രഖ്യാപനം നടത്തിയൊരു വ്യക്തിയാണ് KM ഷാജിയൊക്കെ. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെക്കാട്ടും വലിയ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ പറയുന്നൊരു വ്യക്തിയുമായി, ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഈ ഇവിടുത്തെ മുസ്ലിം ലീഗ്. അപ്പോൾ എല്ലാവരും ഒരു ഫ്രെയിം വർക്കിലുള്ള ആൾക്കാരാണ്, ഒരു ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിച്ച് അവരുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പുരോഗമനം പ്രസംഗിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കളെ റാഞ്ചാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സ്ക്വാഡ് രൂപീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഉദുമയിലുള്ള PV ഭാസ്കരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകള്, അതായത് പുള്ളിക്കാരി 2020 വിവാഹിതയായാണ്. അപ്പോൾ 2022
22 വിവാഹമോചിതയാവുന്നു. 2023 പുള്ളിക്കാർക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുന്നു. അരക്ക് താഴെ ഫുള്ള് ഇതാവുന്നു, പാരലൈസ് സംഭവിക്കുന്നു. അപ്പോൾ ഫേസ്ബുക്കിലൂടെ ഒരു വൈദ്യനെ പരിചയപ്പെടുന്നു, ഒരു കപട വൈദ്യനെ, ഒരു നാഡി ജ്യോതിഷനെ, ഒരു അനസ് എന്ന് പറയുന്നൊരു വ്യക്തിയെ പരിചയപ്പെടുന്നു. ആ വ്യക്തിയുടെ സ്ഥാപനത്തിൽ ഈ കുട്ടിയെ കൊണ്ടാക്കുന്നു. അപ്പോൾ ഈ കുട്ടി തന്നെ വീഡിയോയിൽ വന്ന് പറയാണ്, ലൈവിൽ വന്ന് പറയാണ്, എൻ്റെ എല്ലാ സംഭവങ്ങളും ശരിയാക്കി തന്നത് ഈ അനസയ്ക്കാണ്. അപ്പോൾ അനസയ്ക്ക് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ, അതായത് എന്നെ വീട്ടു തടങ്കിലാക്കിയിരിക്കുകയാണെന്ന രീതിയിലൊക്കെയാണ് ഈ കുട്ടി ഫേസ്ബുക്കിൽ വന്ന് പറഞ്ഞത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അടുത്ത വീട്ടിലെ കുട്ടികൾ, പെണ്ണുങ്ങളെ താലി പൊട്ടിച്ചെറിയാനും അടുത്ത വീട്ടിലെ പെൺകുട്ടികളെ എന്ന് പറയുന്നത് കണ്ട സുഡാപ്പികൾക്ക് കെട്ടിച്ചു കൊടുക്കാനും ആവേശം കാണിക്കുന്ന ഈ കമ്മി, അതായത് ഹിന്ദു സഖാക്കന്മാരുണ്ടല്ലോ, സ്വന്തം വീട്ടിൽ ഈ സംഭവം നമ്മൾ പൊട്ടിത്തെറിച്ചു. അതായത് എനിക്ക് ഇമാര് പരിപാടി ഇവിടെ നടക്കില്ല, കമ്മ്യൂണിസ്റ്റൊക്കെ വീട്ടിന് വെളിയിൽ നിന്ന് എന്ന രീതിയിലാണ് ഈ ഭാസ്കരൻ, PV ഭാസ്കരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഹിന്ദു സഖാവ് സ്വന്തം മകളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ആ വ്യക്തി തന്നെ പറയാണ്, ആ വ്യക്തി ഈ കാസർഗോഡ് നീലേശ്വരം ഭാഗത്തിലെ കമ്മ്യൂണിസ്റ്റുകാരോട് വ്യക്തിപരമായി പങ്കുവെച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വ്യക്തമായി പോപ്പുലർ ഫ്രണ്ടിൽ ഒരു അജണ്ടയോട് കൂടി നീങ്ങിയാണ്. അതായത് അവർ ടാർഗറ്റ് തന്നെ ഈ കുട്ടി, ഞാൻ പറഞ്ഞില്ലേ 2020 വിവാഹിതയായത്, 2022 വിവാഹമോചിതം ആയതിനു ശേഷം വലിയൊരു തുക, ഏകദേശം 1.5 കോടി രൂപയാണ് വിവാഹമോചിതത്തിന് ഇതായിട്ട് ആലിമണിയായിട്ട് കിട്ടിയിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ആക്സിഡൻറ്റിന് ശേഷം ഏകദേശം 1 കോടി രൂപയാണ് ഇതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിമൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഇത്തരം ഫിനാൻഷ്യൽ സംഭവങ്ങളൊക്കെ ഈ നാഡി വൈദ്യൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഈ കുട്ടി സംസാരിക്കുന്നു. ഈ കുട്ടി തന്നെ പറയാണ്, അതായത് മെഡിക്കൽ സയൻസ് എന്നെ എഴുതി തള്ളിയാണ്, എനിക്ക് ഒരു തരത്തിലും ഇനി തിരിച്ചു വരാൻ പറ്റില്ല. പക്ഷേ അനസൊക്കെ ഇടപെട്ടിട്ട് എൻ്റെ കാലിൻ്റെ ഇടയിലെ സംഭവങ്ങളൊക്കെ ശരിയായി. അതായത് അവിടുന്നൊക്കെ വലിയ രീതിയിലുള്ള സ്റ്റിമുലേഷൻ വരാൻ തുടങ്ങി, അതായത് നാടികളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയാണ്. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട്. അതായത് ഇത്തരത്തിലെ പെൺകുട്ടികളൊക്കെ ഹിന്ദു സഖാക്കന്മാരുടെ മക്കളെ നോട്ടമിട്ട് വശത്താക്കി അവിടെ അടിച്ചു കൊണ്ടുപോയി അവരുടെ സ്വത്തും ഇതൊക്കെ ആക്കിയിട്ട് പിന്നീട് തട്ടിക്കളയുന്ന പരിപാടി ഉണ്ടല്ലോ, സ്ഥിരം ഇവരുടെ പരിപാടിയാണല്ലോ. ഇത്തരത്തിലെ ആൾക്കാരൊക്കെ കൊണ്ടുപോകാം, സ്വത്തും പണമൊക്കെ കൈ കിട്ടി കഴിഞ്ഞാൽ പിന്നീട് തട്ടിക്കളയും, ഇല്ലാതാക്കും. പിന്നെ കേരള പോലീസ് എന്താ പറയുക, ഇവർക്ക് വേണ്ടി ബാധിക്കുകയാണെന്നുള്ള ഇവരെ കൂടെ നിൽക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തിനായാലും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള, അതായത് ഈ പ്രത്യേകിച്ച് ഹിന്ദു സഖാക്കന്മാരുടെ ഫാമിലിയിലുള്ള പെൺകുട്ടികളെ നോട്ടമിട്ട് പോപ്പുലർ ഫ്രണ്ടുകാർ വലിയ രീതിയിൽ സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഇവരൊക്കെ തട്ടിക്കൊണ്ടുപോകേണ്ടല്ല, പ്രേമിച്ച് വശത്താക്കി ഇവരുടെ സ്വത്തടിച്ച് മാറ്റുക, മാത്രമല്ല അവരുടെ അജണ്ട നടപ്പിലാക്കുക. കേരളം 2030 പോപ്പുലർ ഫ്രണ്ട് ഭരിക്കും, SDP ഭരിക്കുന്നൊക്കെ മുമ്പ് പറഞ്ഞു ഓർമ്മയില്ലേ. ഇതിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ് ഇതൊക്കെ. അവർ പറഞ്ഞത് കറക്റ്റാണ്. അതായത് നമ്മൾ വ്യക്തമായ ഒരു അജണ്ടയോട് കൂടി നീങ്ങുന്നത്, അതായത് അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ 2022 സെപ്റ്റംബർ 22 നിരോധിച്ചുകൊണ്ട് ഇവരുടെ ആശയം ഇല്ലാതാകുന്നില്ല. ഈ ആശയം ഇപ്പോഴും സമൂഹത്തിൽ വലിയ രീതിയിലുണ്ട്. നമ്മുടെ ഹിജാബ് വിഷയമൊക്കെ കണ്ടില്ലേ, ശക്തമായ രീതിയിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് പഴയ പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെയാണ്. ഈ പോപ്പുലർ ഫ്രണ്ടുകാർ തന്നെയാണ് ഈ പാർട്ടിയിലെ CPM-ലും കോൺഗ്രസിലൊക്കെ ചേക്കേറിയിട്ട് അവരുടെ ആശയം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പലവിധ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിൽപ്പെട്ട ഹിന്ദു സഖാക്കന്മാരുടെ പെൺമക്കൾ ഹിന്ദു സഖാക്കന്മാർ കരുതിയിരുന്നു പോപ്പുലർ ഫ്രണ്ടുകാർ ഏത് നിമിഷവും നിങ്ങളുടെ വീട്ടിലെത്തി നിങ്ങളുടെ മക്കളെ റാഞ്ചാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നന്ദി, നമസ്കാരം, മറ്റു പിടിക്കണം.